Hey guys, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന Savethedate വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. കാരണം നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതേപോലെ നമ്മൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് കേട്ടോ. ഈ വീഡിയോയിൽ നമുക്ക് വീഡിയോ എങ്ങനെ എടുക്കാം, എങ്ങനെ സെറ്റാക്കാം എന്നൊക്കെ ഉള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരുപാട് പ്രോപ്പർട്ടീസ് വേണം. ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഉള്ളത് നല്ല ഭംഗിയായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങളുടെ അടുത്ത് വേണം. അത് നമ്മൾ നല്ല ക്യാഷ് കൊടുത്ത് തന്നെയാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു Savethedate കുറച്ച് റേറ്റ് വരുന്നത് വീഡിയോക്ക്. അപ്പോൾ കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കുന്നതാണ് ഇത്രയും റേറ്റ് വേണമെന്നൊക്കെ. അപ്പോൾ നമ്മൾ അത്രയും ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ ഒരുപാട് മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കുന്നത്. ആ ഒരു വീഡിയോക്കുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഒന്നുമില്ലാണ്ട് വീഡിയോ എടുത്താൽ അത്ര ഭംഗി കിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാണ് വേണ്ടത്. എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് നമ്മൾ കാർഡ് പ്രിൻറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ പ്രിൻറ്റ് ചെയ്യുന്നതിനോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ മുമ്പ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ. അപ്പോൾ ഇത് വാൾ സ്റ്റിക്കറാണ്. ഇത് എല്ലായിടത്തും ഇപ്പോൾ അവൈലബിൾ ആണ്. ക്രാഫ്റ്റ് ഷോപ്പിലും ഓൺലൈനിലൊക്കെ ആയിട്ട് അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ. അപ്പോൾ ഇത് ഇല്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഫർ ക്ലോത്തോ അല്ലെങ്കിൽ ബേക്കിൽ വൈറ്റ് ക്ലോത്തൊക്കെ വാങ്ങിയിട്ട് നമ്മളിപ്പോൾ ഒരു മീറ്ററോ അങ്ങനെയൊക്കെ നമുക്കിപ്പം ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതേപോലെ ക്ലോത്തിൻ്റെ ഷോപ്പിലൊക്കെ പോയിട്ട് നല്ല ക്ലോത്ത്, നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലും വൈറ്റൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. വൈറ്റ് ഗോൾഡനൊക്കെ വാങ്ങിയിട്ട് നമുക്കിങ്ങനെ കട്ടൻ പോലെ വെച്ചൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് എന്താണോ വീഡിയോയിലേക്ക് ഭംഗി വരുന്ന സാധനങ്ങളുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്ലവേഴ്സും ക്യാൻഡിലൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ ഒരു റിംഗ് ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ പെട്ടെന്നൊക്കെ കിട്ടുന്ന ഓർഡറൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു സൺലൈറ്റ് പോയാൽ പിന്നെ ഒട്ടും ഭംഗി ഉണ്ടാവില്ല വീഡിയോക്ക്. അതാണ് വീഡിയോക്ക് ക്ലാരിറ്റി ഒക്കെ പോകുന്നത്. നാച്ചുറൽ സൺലൈറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും വീഡിയോക്ക് ഏറ്റവും ഭംഗി ഉണ്ടാവുക. അതുകൊണ്ട് ഈ ഒരു റിംഗ് ലൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങളുടെ തൃപ്തിക്കനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ ആക്കിയാൽ ഭംഗി ഉണ്ടാവുമെന്ന് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കുമ്പോൾ തോന്നുന്നത് വെച്ചാൽ ആ ഒരു ടൈമിൽ ഫോണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു ടൈമിൽ തന്നെ ഫോട്ടോസും ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണോ ഭംഗി തോന്നുന്നത് അപ്പോൾ അങ്ങോട്ട് എടുത്തു പോകണം. അല്ലാണ്ട് പിന്നെ നമ്മൾ അന്ന് എടുത്തത് നല്ല ഭംഗിയുണ്ട് പിന്നെ അതുപോലെ ആക്കുമ്പോൾ ചിലപ്പോൾ അതേപോലെ കിട്ടിയെന്നൊന്നും വരില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോ സംഭവങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക, പൊസിഷൻസൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വരും. പിന്നെ സൺലൈറ്റിൽ ചെയ്യാൻ നോക്കുക. പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ നോക്കുക. റൂമിൻ്റെ അകത്തൊക്കെ ആകുമ്പോൾ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. പുറത്തായിരിക്കും എപ്പോഴും നല്ല ക്ലാരിറ്റി ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. എന്നിട്ട് നമ്മൾ ഫോൺ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ലാസ്റ്റ് ഫൈനലായിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള വീഡിയോ ഉണ്ടാകും. എന്നിട്ട് വീഡിയോ എടുത്തതിന് ശേഷം എഡിറ്റിംഗ് ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.